നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വിജയിക്കാൻ പാടുപെട്ടിരുന്ന മാഞ്ചസ്റ്റർ സിറ്റി വീണ്ടും വിജയ വഴിയിലേക്ക് എത്തി തുടർച്ചയായി 2 മത്സരങ്ങൾ വിജയിച്ചിരിക്കുകയാണ്. 2024 അവരുടെ അവസാന മത്സരം ലെസ്റ്റർ സിറ്റിക്കെതിരെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് വിജയിച്ചെങ്കിൽ 2025 അവരുടെ ആദ്യ മത്സരം 4-1 വെസ്റ്റ് ഹാമിന് അവർ ഇന്നലെ പരാജയപ്പെടുത്തി. തകർപ്പൻ വിജയമാണ്, ഗംഭീര പ്രകടനമാണ്. ഹാലൻഡും സാവിയോയും ഒക്കെ പുറത്തെടുത്തിരുന്ന KDBയുടെ അസിസ്റ്റും ഫിൽഫോർഡൻ്റെ ഗോളുമൊക്കെ വേറെയും ഉണ്ടായിരുന്നു. സോ മികച്ച പ്രകടനത്തോടുകൂടി സിറ്റി വിജയിച്ച് കയറുമ്പോഴും പക്ഷേ പെപ് ഗാർഡിയോളക്ക് പറയാനുള്ളത് കാം ശാന്തരാവുക. അങ്ങ് ആവേശത്തിലേക്ക് എത്താനായിട്ടില്ല. ടീം ഇപ്പോഴും പഴയ ഫോമിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. അദ്ദേഹം പറയുന്നു, എവേർട്ടിനെതിരെ ഞങ്ങൾ ഇപ്പോൾ ഈ കളിയിൽ, അതായത് വെസ്റ്റ് ഹാമിനെതിരെ ഈ കളിച്ച കളിയേക്കാൾ മികച്ച പ്രകടനം എവേർട്ടിനെതിരെ ഞങ്ങൾ നടത്തിയിരുന്നു. മച്ച് ബെറ്റർ ദാൻ ടുഡേ, അതായിരുന്നു ഞങ്ങളുടെ അന്നത്തെ പെർഫോമൻസ്. അതുപോലെ തന്നെ നോക്കുക, അന്ന് ഞങ്ങൾക്ക് ലഭിച്ചത് ഡ്രോയാണ്, എന്നിട്ടോ ബിഗ് ക്രൈസിസ്, ഡിസാസ്റ്റർ എന്നൊക്കെയാണ് അത് പറഞ്ഞിരുന്നത്. ഓഫ് കോഴ്സ് ഇന്നത്തെ ഈ മത്സരം നോക്കുമ്പോൾ ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്, സംശയമില്ല. പക്ഷേ ടീമിൻ്റെ പ്രകടനം വെച്ച് എന്നോട് ചോദിച്ചാൽ കഴിഞ്ഞ വർഷത്തെ പ്രകടനവുമായി നമ്മൾ തട്ടിച്ച് നോക്കുമ്പോൾ ആബ്സല്യൂട്ട്ലി നോട്ട് എന്നേ എനിക്ക് പറയാൻ പറ്റൂ. ആ ഒരു പ്രകടനത്തോടൊപ്പം ഇപ്പോഴും എത്തിയിട്ടില്ല. ഇപ്പം പഴയ മാഞ്ചസ്റ്റർ സിറ്റി തിരികെ എത്തിയോ എന്ന് നിങ്ങൾക്ക് എന്നോട് ഈ ഘട്ടത്തിൽ ചോദിക്കാനാവില്ല, കാരണം അങ്ങനെ ആയിട്ടില്ല. ഈ മത്സരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ പഴയ മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ടില്ല. ഇനിയും മികച്ച പ്രകടനം നടത്തേണ്ടതുണ്ട്. കഴിഞ്ഞ 8 വർഷക്കാലത്ത് ഞങ്ങളുടെ പ്രകടനം നോക്കുക, എതിരാളികളെയും നോക്കുക. അപ്പം നോക്കുമ്പോൾ ഞങ്ങൾക്കിനിയും പഴയ മികവിലേക്ക് തിരികെ എത്തേണ്ടതുണ്ട് എന്നാണ് പെപ് ഗാർഡിയോള പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.